ഗുഡ് മോർണിംഗ്. നമ്മൾ പുതിയ ഈ വർഷത്തെ 2019 ജാനുവരിയിലെ ആദ്യത്തെ PSC വീഡിയോ ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് അവാർഡ്സിനെ കുറിച്ചാണ്. ആദ്യത്തെ അവാർഡ് ജ്ഞാനപീഠം അവാർഡാണ്. ജ്ഞാനപീഠം അവാർഡ് 2018 ആർക്കാണ് കിട്ടിയതെന്ന് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അമിതാഭ് ഘോഷിനാണ് ഈ വർഷത്തെ 2018 കഴിഞ്ഞ വർഷത്തെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. ഈ അമിതാഭ് ഘോഷിന്റെ ജ്ഞാനപീഠ അവാർഡിന്റെ പ്രത്യേകത ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു എഴുത്തുകാരന് ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്ന ആദ്യമായിട്ടാണ്. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നീട് കഴിഞ്ഞ വർഷത്തെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ പേര് കൂടെ അറിഞ്ഞിരിക്കുക. 2017 കൃഷ്ണ സോപ്തിക്കാണ് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത്. കൃഷ്ണ സോപ്തി, SOPTI, കൃഷ്ണ സോപ്തി ഹിന്ദി എഴുത്തുകാരിയാണ്. അപ്പൊ ഹിന്ദി എഴുത്തുകാരിയെ കൃഷ്ണ സോപ്തിക്കാണ് 2017 ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത്. 2018 ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് പിന്നീട് അമിതാഭ് ഘോഷിന് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജ്ഞാനപീഠ അവാർഡിനേക്കാളും പ്രൈസ് മണിയൊക്കെ കൊടുക്കുന്ന BD ബിർള ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. സരസ്വതി സമ്മാൻ 2017 കിട്ടിയത് സിതാൻഷു യശചന്ദ്രയ്ക്കാണ്. സിതാൻഷു യശചന്ദ്ര ഗുജറാത്തി എഴുത്തുകാരനാണ്. ഗുജറാത്തി എഴുത്തുകാരനായ സിതാൻഷു യശചന്ദ്രയ്ക്ക് വഖാർ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. വഖാർ, VAQAR, വഖാർ എന്ന് പറയുന്ന കൃതിക്ക് സരസ്വതി സമ്മാൻ കിട്ടി. എഴുത്തുകാരന്റെ പേര് സിതാൻഷു യശചന്ദ്ര, ഗുജറാത്തി എഴുത്തുകാരനാണ്. പിന്നെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പ്രത്യേകത ഇന്ത്യൻ സിനിമയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കഴിഞ്ഞ വർഷം കിട്ടിയത് വിനോദ് ഖന്നയ്ക്കാണ്. അദ്ദേഹം ഈയിടയ്ക്ക് മരണപ്പെട്ടു പോയി. വിനോദ് ഖന്ന എന്ന് പറയുന്ന ഹിന്ദി ആക്ടറിനാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയത്. അതിന് തൊട്ടുമുന്നുള്ള വർഷം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് K. വിശ്വനാഥനും ആണ്. K. വിശ്വനാഥ്. കഴിഞ്ഞ വർഷം വിനോദ് ഖന്ന. പിന്നെ കേരളത്തിൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം, ഇന്ത്യക്ക് ജ്ഞാനപീഠമാണെങ്കിൽ കേരളത്തിന് അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരളത്തില് മലയാളം ലിറ്ററേച്ചറിന് ഗവൺമെന്റ് ഓഫ് കേരള കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ്. 2018 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് M. മുകുന്ദനാണ്. M. മുകുന്ദൻ എല്ലാവർക്കും അറിയാവുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന ബുക്ക് എഴുതിയതിന്റെ പേരിലാണ്. അതുപോലെ അദ്ദേഹം ഒത്തിരി ബുക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ്. ഈ M. മുകുന്ദനാണ് 2018 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. 2017 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് K. സച്ചിദാനന്ദനാണ്. 2017 എഴുത്തച്ഛൻ പുരസ്കാരം K. സച്ചിദാനന്ദൻ. അതുപോലെ കേരളത്തിൽ വളരെ പ്രശസ്തമായ മറ്റൊരു അവാർഡാണ് വള്ളത്തോൾ പുരസ്കാരം. വള്ളത്തോൾ പുരസ്കാരം 2018 വീണ്ടും കിട്ടിയിരിക്കുന്നത് M. മുകുന്ദന് തന്നെയാണ്. 2018 M. മുകുന്ദന് തന്നെയാണ് വള്ളത്തോൾ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. 2017 അത് കിട്ടിയത് പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മ. 2018 M. മുകുന്ദനും 2017 പ്രഭാവർമ്മയ്ക്കും. അതുപോലെ കേരളത്തിലെ പ്രശസ്തമായ മറ്റൊരു സാഹിത്യ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം അല്ലെങ്കിൽ ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡ് 2017 അയമനം ജോണിനാണ് കിട്ടിയിരിക്കുന്നത്. അയമനം ജോണിന്റെ കവിതകൾ എന്ന് പറയുന്ന ബുക്കിനാണ് കിട്ടിയത്. അയമനം ജോണിന്റെ കവിതകൾ എന്ന് പറയുന്ന ബുക്കിനാണ് 2017 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത്. 16 അത് കിട്ടിയത് MA റഹ്മാനാണ്. MA റഹ്മാൻ 16 കിട്ടിയത് ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന കൃതിക്ക്. 2016 MA റഹ്മാന് ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. വയലാർ അവാർഡ് 2018 KV മോഹൻകുമാറിനാണ് കിട്ടിയത്. വയലാർ അവാർഡ് 2018 KV മോഹൻകുമാറിന് കിട്ടി. കൃതി ഉഷ്ണരാശി എന്ന് പറയുന്ന ബുക്കിന് 2018 KV മോഹൻകുമാറിനാണ് വയലാർ അവാർഡ് കിട്ടിയത്. 2017 അത് കിട്ടിയത് TD രാമകൃഷ്ണനും ആണ്. 2017 അത് കിട്ടിയത് TD രാമകൃഷ്ണനാണ്. കൃതിയുടെ പേര് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. എന്ന് പറയുന്ന ബുക്കിന് TD രാമകൃഷ്ണനാണ് 2017 വയലാർ അവാർഡ് കിട്ടിയത്. മുട്ടത്ത് വർക്കി അവാർഡ് കിട്ടിയത് 2018 KR മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന ബുക്കിനാണ്. മുട്ടത്ത് വർക്കി അവാർഡ് 2018 കിട്ടിയത് KR മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന ബുക്കിനും 2017 TV ചന്ദ്രന്റെ പൊന്തൻ മാട എന്ന് പറയുന്ന കൃതിക്കും ആണ് കിട്ടിയത്. അപ്പൊ 2018 KR മീരയുടെ ആരാച്ചാറിനാണ് കിട്ടിയത് മുട്ടത്ത് വർക്കി അവാർഡ്. 2017 TV ചന്ദ്രന്റെ പൊന്തൻ മാട എന്ന് പറയുന്ന കൃതിക്കും ആണ്. JC ഡാനിയൽ അവാർഡ് ഏറ്റവും അവസാനം കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ്. JC ഡാനിയൽ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് അവസാനമായി കിട്ടിയത്. അതിന് തൊട്ടുമുമ്പ് കിട്ടിയത് അടൂർ ഗോപാലകൃഷ്ണനും ആണ്. JC ഡാനിയൽ പുരസ്കാരം മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന സമഗ്ര സംഭാവനകൾക്ക് കൊടുക്കുന്ന അവാർഡാണ്.
ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന സമഗ്ര സംഭാവനകൾ കൊടുക്കുന്ന അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് അവസാനം കിട്ടിയത് വിനോദ് ഖന്നയ്ക്കാണ്. അതുപോലെ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന സമഗ്ര സംഭാവനകൾക്ക് കിട്ടുന്ന അവാർഡാണ് JC ഡാനിയൽ പുരസ്കാരം, അത് അവസാനം കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്ക്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, മാതൃഭൂമി കൊടുക്കുന്ന അവാർഡാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മലയാളത്തിലെ വലിയ സാഹിത്യ അവാർഡുകളിൽ ഒരെണ്ണമാണ്. അത് 2018 കിട്ടിയത്, അതായത് ഈ കഴിഞ്ഞ വർഷം കിട്ടിയത് NS മാധവനാണ്. NS മാധവൻ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടിയത് NS മാധവൻ. അതിന് തൊട്ടു മുന്നിലത്തെ വർഷം കിട്ടിയത് MK സാനുവിനും ആണ്. അപ്പോ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അവസാനമായി കിട്ടിയിരിക്കുന്നത് NS മാധവനാണ്. അതിന് തൊട്ടു മുമ്പ് കിട്ടിയത് MK സാനുവിനും ആണ്. OV വിജയൻ പുരസ്കാരം, OV വിജയൻ അവാർഡ് 2018 CS മീനാക്ഷിക്കാണ് കിട്ടിയത്. CS മീനാക്ഷി. ബുക്കിന്റെ പേര് ഭൗമചാപം. ഭൗമചാപം എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ CS മീനാക്ഷിക്ക് 2018 OV വിജയൻ പുരസ്കാരം കിട്ടി. പത്മപ്രഭ പുരസ്കാരം, മലയാളത്തില് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായ MP വീരേന്ദ്രകുമാറിന്റെ അച്ഛൻ പത്മപ്രഭ ഗൌഡറിന്റെ പേരിലാണ് പത്മപ്രഭ പുരസ്കാരം ഉള്ളത്. അപ്പം ഞാൻ അതിന്റെ ബാക്കിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞേ ഉള്ളൂ. പത്മപ്രഭ ഗൌഡറുടെ പേരിലാണ് പത്മപ്രഭ പുരസ്കാരം. ഈ പത്മപ്രഭ പുരസ്കാരം ഈ വർഷം കിട്ടിയിരിക്കുന്നത് കൽപ്പറ്റ നാരായണനാണ്. കൽപ്പറ്റ നാരായണൻ. അതിന് തൊട്ടു മുന്നത്തെ വർഷം കിട്ടിയത് പ്രഭാവർമ്മയ്ക്കുമാണ്. കൽപ്പറ്റ നാരായണനും പ്രഭാവർമ്മയ്ക്കും. കൽപ്പറ്റ നാരായണൻ ഈ വർഷം കിട്ടി 2018, 2017 പ്രഭാവർമ്മ. P ഭാസ്കരൻ പുരസ്കാരം, മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്ന, അതുപോലെ സിനിമ ഡയറക്ടറും പിന്നീട് ലിറിസിസ്റ്റും ഒക്കെ ആയിരുന്ന P ഭാസ്കരന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡാണ് P ഭാസ്കരൻ പുരസ്കാരം. അത് 2018 MK അർജുനനാണ് കിട്ടിയത്. MK അർജുനന്. 2017 അത് കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2017 കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്ക്. അപ്പം ആ അവാർഡുകളെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഫിക്കിയുടെ പുതിയ പ്രസിഡന്റ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഫിക്കിയുടെ പുതിയ പ്രസിഡന്റ് സന്ദീപ് സോമനി. സന്ദീപ് സോമനി, SOMANY. പിന്നീട് ഇന്തോനേഷ്യയിലെ ഇപ്പൊ സുനാമിക്കൊക്കെ കാരണമായ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം, വോൾക്കാനോ, അതിന്റെ പേരാണ് മൗണ്ട് സൊപൂത്താൻ. SOPUTAN. 2019 ഇയർ ഓഫ് ടോളറൻസ് ആയി ഡിക്ലെയർ ചെയ്ത രാജ്യം UAE. അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ. 2019 ഇയർ ഓഫ് ടോളറൻസ് ആയി ഡിക്ലെയർ ചെയ്ത രാജ്യം UAE ആണ്. ഇന്ത്യയിൽ സിഖ് വിരുദ്ധ കലാപം അല്ലെങ്കിൽ ആന്റി സിഖ് റൈറ്റ് നടക്കുന്നത് 1984ലാണ്. ഇന്ത്യയിൽ സിഖ് വിരുദ്ധ കലാപം അല്ലെങ്കിൽ ആന്റി സിഖ് റൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് 1984ലാണ് നടക്കുന്നത്. ആ കേസിൽ ഹൈക്കോടതി ഇപ്പോ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച, ലൈഫ് ഇംപ്രിസൺമെന്റിന് വിധിച്ച കോൺഗ്രസ് ലീഡറാണ് സജ്ജൻ കുമാർ. സജ്ജൻ കുമാർ, സജ്ജൻ, SAJJAN, സജ്ജൻ കുമാർ. ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിന്റെ സമ്മിറ്റ് ലാസ്റ്റിൽ നടന്ന വേദി റിയാദ്, സൗദി അറേബ്യയിലെ റിയാദിലാണ്. GCC, ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ. ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസിന്റെ ഒരു കൂട്ടായ്മയാണ്. അതായത് സൗദി, UAE, ഖത്തർ, ഒമാൻ ഇതുപോലുള്ള കുവൈറ്റ് ഇതുപോലുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് GCC, ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ. അതിന്റെ ലാസ്റ്റ് സമ്മിറ്റ് നടന്നത് റിയാദിൽ വെച്ചതാണ്. മധ്യപ്രദേശ് അവരുടെ നാഷണൽ പാർക്കായ, അവരുടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയ, വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായ കുനോ, KUNO കുനോ എന്നാണ് എന്റെ പേര്, നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പൊ കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്സ് ഇൻഡെക്സിൽ ഐസ്ലൻഡ് 1ാം റാങ്ക് നേടി. ഇന്ത്യയുടെ റാങ്ക് 108ാം സ്ഥാനത്താണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഐസ്ലൻഡിന് 1ാം സ്ഥാനം, ഇന്ത്യക്ക് 108ാം സ്ഥാനം. മഞ്ജു മേത്ത, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ ഒരു സിത്താറിസ്റ്റ് ആണ്. സിത്താർ എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് മഞ്ജു മേത്ത. മഞ്ജു മേത്തയ്ക്ക് താൻസൻ സമ്മാൻ കിട്ടി. താൻസൻ സമ്മാൻ, താൻസൻ, മിയാൻ താൻസൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മ്യൂസീഷ്യന്മാരിൽ ഒരാളാണ്. ഈ താൻസന്റെ പേരിലുള്ള അവാർഡാണ് താൻസൻ സമ്മാൻ. അത് കിട്ടിയത് മഞ്ജു മേത്ത എന്ന് പറയുന്ന സിത്താറിസ്റ്റിനാണ്. ആസാമിൽ നടക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവലാണ് ഡ്വിജിംഗ് ഫെസ്റ്റിവൽ. DWIJING. ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കുകയാണ് ഡ്വിജിംഗ് ഫെസ്റ്റിവൽ, DWIJING. ഡ്വിജിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ
ആസാമിലാണ്. അതുപോലെ നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് എവിടെ വെച്ച് നടക്കുന്നു വെച്ചാൽ ഭുവനേശ്വറിൽ വെച്ച് നടക്കുന്നു. നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് എവിടെ വെച്ച് നടക്കുന്നു? ഭുവനേശ്വറിൽ വെച്ച് നടന്നു. നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് ഭുവനേശ്വറിലാണ് നടന്നത്. 2019 ലോക്സഭ ഇലക്ഷന് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. 2019 ലോക്സഭ ഇലക്ഷനിൽ യൂത്തിന്റെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പവർ ഓഫ് 18 എന്ന് പറഞ്ഞ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2019 ലോക്സഭ ഇലക്ഷനിൽ യൂത്ത് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പവർ ഓഫ് 18 എന്ന് പറഞ്ഞ ഒരു #ടാഗ് ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വിറ്റർ ആണ്. ട്വിറ്റർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ക്യാൻസർ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് വരാൻ പോകുന്നത് ഹരിയാനയിലെ ജജാറിലാണ്. ഹരിയാനയിലെ ജജാർ, JHAJJAR. ഹരിയാനയിലെ ജജാറിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് വരാൻ പോകുന്നു. എയിംസ് ക്യാമ്പസിൽ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ അണ്ടറിലാണ് അത് വരുന്നത്. എയിംസ്, AIIMS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ അണ്ടറിൽ. അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരു സ്മാർട്ട് എന്ന പദ്ധതി വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി ആരംഭിച്ച സ്റ്റേറ്റ്. അഗ്രികൾച്ചർ ഫീൽഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്കിന്റെ ഹെൽപ്പോടുകൂടി സ്മാർട്ട് എന്ന പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. അറിഞ്ഞിരിക്കുക. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഹോൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ട് ചെയ്ത പ്ലെയർ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആഡ് ചെയ്ത ഓസ്ട്രേലിയൻ പ്ലെയർ ആണ് റിക്കി പോണ്ടിങ് ആണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹോൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് ഇൻഡക്ട് ചെയ്ത ഓസ്ട്രേലിയൻ പ്ലെയർ. ബ്രസീലിന്റെ ന്യൂ പ്രസിഡന്റ് ജയർ ബോൾസനാരോ, BOLSONARO, ജയർ ബോൾസനാരോ, ന്യൂ പ്രസിഡന്റ് ഓഫ് ബ്രസീൽ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ICCയുടെ വുമൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ വുമൻ ക്രിക്കറ്റ് പ്ലെയർ ആയ സ്മൃതി മന്ദാന. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ, വുമൻ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ സ്മൃതി മന്ദാന. അതുപോലെ ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ, വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ, അതും സ്മൃതി മന്ദാന. ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വീണ്ടും ഇലക്ട് ചെയ്യപ്പെട്ട ആൾ ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് റീഇലക്ട് ചെയ്യപ്പെട്ട ആളാണ് ഷെയ്ഖ് ഹസീന. ഇന്ത്യയിൽ പുതുതായിട്ട് ആരംഭിച്ച ഹൈക്കോർട്ട്, ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട്. ഈ വർഷം 2019 ജാനുവരി 1 തൊട്ടാണ് ഇന്ത്യയിലെ പുതിയ ഹൈക്കോർട്ട് ആന്ധ്രാപ്രദേശിന് വേണ്ടി ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. ആ ഹൈക്കോർട്ട് ഇന്ത്യയിലെ 25ാമത് ഹൈക്കോർട്ടാണ്, ഇന്ത്യയുടെ 25th ഹൈക്കോർട്ടാണ് ആരംഭിച്ചത്. അതിന്റെ ചീഫ് ജസ്റ്റിസ് രമേശ് രംഗനാഥൻ ആണ്. രമേശ് രംഗനാഥൻ. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനായിട്ട് അപ്പോയിന്റഡ് ആയ ആളാണ് VK യാദവ്. റെയിൽവേ ബോർഡിന്റെ ന്യൂ ചെയർമാൻ VK യാദവ്. അപ്പൊ ഇത് ആന്ധ്രാപ്രദേശിന്റെ പുതിയ പിന്നീട് ഹൈക്കോർട്ട് കിട്ടിയപ്പോ ഹൈദരാബാദ് ഹൈക്കോർട്ട് തെലങ്കാനയുടെ ഹൈക്കോർട്ടായിട്ട് മാറി. അപ്പൊ തെലങ്കാനയുടെ മാത്രം ഹൈക്കോർട്ടായിട്ട് ഇപ്പൊ ഹൈദരാബാദ് ഹൈക്കോർട്ട് മാറി. തെലങ്കാനയുടെ മാത്രം ഹൈക്കോർട്ടായിട്ട് തെലങ്കാനയുടെ ഹൈക്കോർട്ട് മാറുമ്പോൾ അതിന്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് മലയാളിയാണ്. അതിന്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് തെലങ്കാന ഹൈക്കോർട്ടിന്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. യുണൈറ്റഡ് നേഷൻസിന്റെ ഓർഗനൈസേഷനായ യുനെസ്കോയിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത 2 കൺട്രീസ്. യുണൈറ്റഡ് നേഷൻസിന്റെ ഓർഗനൈസേഷനായ യുനെസ്കോയിൽ നിന്ന് 2018 വിത്ഡ്രോ ചെയ്ത 2 കൺട്രീസ് ആണ് ഇസ്രായേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും. ഇസ്രായേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും പിന്നീട് യുനെസ്കോയിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. യുനെസ്കോയ്ക്ക് ആന്റി ഇസ്രായേൽ സ്റ്റാൻഡാണ് ഉള്ളത് എന്നുള്ള ക്രിറ്റിസിസത്തോടു കൂടിയാണ് അവർ വിത്ഡ്രോ ചെയ്തത്. യുനെസ്കോയിൽ ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് യുനെസ്കോ എടുക്കുന്നതെന്ന് ഉള്ള ഒരു സ്റ്റാൻഡിലാണ് അവർ വിത്ഡ്രോ ചെയ്തത്. പ്രയാഗ് രാജ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സ്ഥലം അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗ് രാജ്. ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കാൻ പോകുന്ന സ്ഥലം UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കാൻ പോകുന്ന സ്ഥലം UAE,
യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം അല്ലെങ്കിൽ ഫാർ സൈഡ് ഓഫ് ദ മൂൺ, അവിടെ ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു പിന്നീട് റോവറിനെ ലാൻഡ് ചെയ്യിപ്പിച്ച കൺട്രി ചൈനയാണ്. ഫസ്റ്റ് ടൈമാണ് ചന്ദ്രന്റെ ഫാർ സൈഡിൽ. അതിന് വോൺ കാർമൻ ക്രേറ്റർ എന്ന് പറയും. വോൺ കാർമൻ ക്രേറ്റർ എന്നാണ് ആക്ച്വലി യഥാർത്ഥ പേര്. പക്ഷെ ഫാർ സൈഡ് ഓഫ് ദ മൂൺ എന്നും പറയും. അവിടെ അതിന്റെ ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം എന്ന് മലയാളത്തിൽ പറയും. അവിടെ ഒരു പ്രോബിനെ ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യമാണ് ചൈന. ചൈനയുടെ ആ പ്രോബിന്റെ പേര് ചാങ് 4 എന്നാണ്. ചാങ് 4, ചാങ് CHANG-E-4, ചാങ് 4. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ക്രിക്കറ്റ് കോച്ചും ഒപ്പം ക്രിക്കറ്റിലെ ഏറ്റവും മഹാനായ കോച്ച് എന്ന് ഇന്ത്യയിൽ കരുതപ്പെട്ടിരുന്ന ആളുമായിരുന്ന രമാകാന്ത് അച്ചരേക്കർ മരിച്ചുപോയി. രമാകാന്ത് അച്ചരേക്കർ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കോച്ചായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ദേന ബാങ്കിനെയും വിജയ ബാങ്കിനെയും മെർജ് ചെയ്യുന്നത് ബാങ്ക് ഓഫ് ബറോഡയുമായിട്ടാണ്. ദേന ബാങ്കും വിജയ ബാങ്ക് ഇത് രണ്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബാങ്കുകളാണ്. അതിന് രണ്ടിനെയും ബാങ്ക് ഓഫ് ബറോഡയുമായി മെർജ് ചെയ്യാൻ പോകുന്നു. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആയിട്ട് സുധീർ ഭാർഗവ അപ്പോയിന്റഡ് ആയി. ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് സുധീർ ഭാർഗവ അപ്പോയിന്റഡ് ആയി. അടുത്ത ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഈ വർഷം നടക്കും. 2019 ഈ വർഷത്തെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കാൻ പോണത്. അത് നടക്കാൻ പോണ വെന്യൂസ് ഇംഗ്ലണ്ടും വെയിൽസുമാണ്. ഇംഗ്ലണ്ടിലും വെയിൽസിലും വെച്ചാണ് ഈ വർഷത്തെ ICC ക്രിക്കറ്റ് ടൂർണമെന്റ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോണത്. അപ്പം ഇത്രയും ആണ് നമ്മളുടെ PSC കറണ്ട് അഫയേഴ്സ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കുറച്ച് പെൻഡിങ് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.